ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സാരി വെച്ചിട്ട് എങ്ങനെയാണ് ഒരു റാപ്പ് ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തതെന്നാണ് കാണിക്കുന്നത്. ഇതൊരു പഴയ അമ്മയുടെ സാരിയായിരുന്നു. നല്ല സാറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് നല്ല സുഖമായിരിക്കും ഇടാൻ. അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ അതിൻ്റെ സൈഡിലുള്ള ബോർഡറെല്ലാം എടുത്ത് മാറ്റി. അതിന് ശേഷം ബാക്കിലെ പീസിന് വേണ്ടി ഞാൻ ലൈനിങ് യോക്കിൻ്റെ അവിടം വരെ മാത്രമേ ഞാൻ ലൈനിങ് കൊടുക്കുന്നുള്ളൂ. അതിന് വേണ്ടി ബാക്കിലെ പീസ് ഞാൻ വെട്ടിയെടുത്തു ലൈനിങ്ങിന്. അതിനുശേഷം 2 ലൈനിങ്ങിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് വേണം നമുക്കിതിന് വേണ്ടി ആവശ്യമുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ആദ്യം തന്നെ നമുക്ക് കൈക്കുഴി വെട്ടി 2 പീസ് ലൈനിങ്ങിന് നമുക്ക് ആദ്യം കൈയുടെ പോർഷൻ വെട്ടി നമുക്ക് എടുക്കാം. ഫ്രണ്ടിൽ ഞാൻ വീനക്ക് വരുന്നത് പോലെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് കഴുത്ത് വെട്ടേണ്ട ആവശ്യമില്ല. അതിന് ശേഷം ബാക്കിലെ പീസ് മാറ്റിയിട്ട് ഫ്രണ്ടിലെ പീസിൽ നമുക്ക് കഴുത്തിൻ്റെ അകലം 3, അതിൻ്റെ കറക്റ്റ് നടുക്കുള്ളൊരു പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ലെന്ത് താഴേക്ക് മാറ്റി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാറി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് 3 ഇഞ്ച് മാറിയും 1 ഇഞ്ച് മേളിലോട്ടും കൂടെ എടുത്തിട്ട് നമുക്കൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 3 പോയിൻ്റുകൾ തമ്മിൽ ഒരു വര വരച്ച് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ വെച്ചാണ് ഞാൻ ഈ റാപ്പ് ഡ്രസ്സിൻ്റെ ഫ്രണ്ടിൽ തയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള 3 ലൈനിങ് പീസുകൾ നമുക്ക് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ബോട്ടത്തിന് വേണ്ടിയുള്ള തുണിയാണ്. നമുക്ക് അംബ്രല്ല സ്കേർട്ടിന് പോലെയാണ് നമുക്ക് ബോട്ടം നമ്മൾ റാപ്പ് ഡ്രസ്സ് തയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടി വേസ്റ്റിൻ്റെ അളവും ആവശ്യത്തിനുള്ള ലെന്തും കൂടെ മാർക്ക് ചെയ്ത് ഞാൻ അംബ്രല്ല ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് മിച്ചം വരുന്ന തുണിയിൽ നിന്ന് ഫ്രണ്ടിലെ യോക്കിൻ്റെ പോർഷൻ നമുക്ക് ലൈനിങ് വെച്ചിട്ട് അതേപോലെ തന്നെ നമുക്ക് തുണി എടുത്തിട്ട് ഫ്രണ്ടിലത്തെ പോർഷനും പിന്നെ ബോട്ടത്തിലെ അംബ്രല്ലയും കൂടെ നമുക്ക് യോജിപ്പിച്ച് നമുക്ക് എടുക്കാം. ഇത്രയും നമുക്ക് തുണി എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് സാരിയുടെ ക്ലോത്ത് മുഴുവൻ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഞാനത് കാരണം ഇനി പല്ലുവിൻ്റെ പോർഷൻ വെച്ചിട്ടാണ് സ്ലീവ്സ് എല്ലാം ഞാൻ കട്ട് ചെയ്യുന്നത്. കുറച്ച് പ്രിൻ്റൊക്കെയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് സ്ലീവ്സിൽ അത് വരുമ്പോൾ നല്ലതായിരിക്കും. അതിനുശേഷം ഈ സാരിയുടെ അറ്റത്ത് നിന്ന് നമ്മൾ മുറിച്ച ആ 2 സൈഡിലെ ബോർഡർ വെച്ചിട്ടാണ് ഞാൻ റാപ്പ് ഡ്രസ്സിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ടൈ ചെയ്യുമെന്ന് ഒരു വള്ളി ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എല്ലാം കൂടെ നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.